നോമ്പുകാലമാണ്. നോമ്പുകാലത്തെ ഏറ്റവും ഫേവറേറ്റ് വസ്തു എന്താണ്? ഡേറ്റ്സ് അല്ലെങ്കിൽ കാരക്കയാണ്. ഒരു ദിവസം നമുക്ക് എത്ര കാരക്ക കഴിക്കാം? എന്തുകൊണ്ടാണ് കാരക്ക ഇത്രമാത്രം കഴിക്കാവൂ എന്ന് പറയുന്നത്? ഒരാൾക്കൊരു ദിവസം കഴിക്കേണ്ട കാരക്ക എന്ന് പറഞ്ഞാൽ അവർ കഴിക്കുന്ന മറ്റ് ഭക്ഷണത്തോടും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. എത്ര കലോറി ഒരു ദിവസം കഴിക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്നാലും ഒരു നോർമലായിട്ട് 2-3 കാരക്ക ഒരു ദിവസം കഴിക്കാം. കൂടുതൽ കാരക്ക കഴിച്ചാൽ എന്താ ഇപ്പോൾ കുഴപ്പം? കാരണം ഈ കാരക്കയിൽ അത്യാവശ്യം നല്ല കലോറി അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ചെറിയൊരു ഫ്രൂട്ടാണ് കഴിക്കുന്നതെങ്കിലും ആ കലോറി ഉള്ളിൽ ചെല്ലുമ്പം അതെന്താവും, നിങ്ങളിൽ ഒരുപാട് എനർജി ഉള്ളിലെത്തുകയും അത് നിങ്ങൾ വെയിറ്റ് ഗെയിനൊക്കെ ഉണ്ടാക്കുകയും ചെയ്യും. പക്ഷേ ഈ ഒരു കാരക്കയിൽ ഒരുപാട് പോഷക സമ്പന്നമാണ് കേട്ടോ. ഇതിലൊരുപാട് നാരടങ്ങിയിട്ടുണ്ട്, പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്, മെഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ കാരക്ക നിങ്ങൾ ഒറ്റയടിക്ക് കുറേ അങ്ങോട്ട് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഡേറ്റ്സ് കഴിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുകയും അതിൻ്റെ കൂടെ ധാരാളം വെള്ളം കുടിക്കുകയും വേണം. ബ്ലഡ് ഷുഗർ ഉള്ളവർക്ക് ഈ ഡേറ്റ്സ് കഴിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഒരു 2 എണ്ണമൊക്കെ വേണമെങ്കിൽ കഴിക്കാം, അതിലേറെ കഴിക്കരുത്. കാരണം ഇതിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് നമ്മൾ സാധാരണ റിഫൈൻഡ് ആയിട്ടുള്ള പഞ്ചസാര പോലുള്ള അത്ര ഇല്ലെങ്കിലും കുറച്ച് കൂടുതലുണ്ട്. അതുകൊണ്ടാണ് അത് വളരെ പരിമിതപ്പെടുത്തണം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ കഴിക്കുകയാണെങ്കിൽ തന്നെ അത് ഒരിക്കലും ഈ മധുരം കൂടിയ ജാതി അല്ലേ, വല്ലാണ്ട് ഇങ്ങനെ അലിഞ്ഞ് കിടക്കുന്ന ജാതി ഡേറ്റ്സ് കഴിക്കാതിരിക്കാൻ നോക്കുക. പിന്നെ ഡേറ്റ്സ് മാത്രം കഴിക്കുക എന്നുള്ളത് ഒരു ഓപ്ഷനല്ല. മറ്റ് ഭക്ഷണങ്ങളോടൊപ്പം 1-2-3 പീസ് ഡേറ്റ്സ് കഴിക്കുക. ഓക്കെ, ബി ഹെൽത്തി, ബൈ.